See here, glycolysis വഴി ഉണ്ടാകുന്ന NADH എങ്ങനെയാണോ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിലേക്ക് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും 36 ATP മോളിക്യൂൾ ആണോ 38 ATP മോളിക്യൂൾ ആണോ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈ NADHനെ എങ്ങനെയാണോ മാട്രിക്സിൽ NADH ഒന്നും ശരിക്കും പറഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ക്രോസ് ചെയ്ത മാട്രിക്സിലേക്ക് അങ്ങനെ തന്നെ കയറി പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ത്രൂ ദ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ വഴി അത് കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. അത് അതിൽ കൂടെ കയറി പോവില്ല. ദാറ്റ് ഈസ് ഇംപെർമിയബിൾ. ഓക്കെ, അപ്പൊ രണ്ട് ഷട്ടിൽ മെക്കാനിസം ആണ് NADHനെ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാനുള്ളത്. അതിനകത്ത് ഒരു ഷട്ടിൽ മെക്കാനിസം എന്ന് പറയുന്നത് മാലേറ്റ് ആസ്പാർട്ടേറ്റ് ഷട്ടിൽ, വേറൊരു ഷട്ടിൽ മെക്കാനിസം എന്ന് പറയുന്നത് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് രണ്ടും എന്താന്ന് നോക്കാം. മാലേറ്റ് ആസ്പാർട്ടേറ്റ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിൽ ഓക്സാലോഅസറ്റിക് ആസിഡ് ഉണ്ട് അല്ലെ. ക്രെബ് സൈക്കിളിന്റെ ആ അസറ്റൈൽ കോഎൻസൈം A എൻ്റർ ചെയ്യുമ്പോൾ അതിനെ സിട്രേറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ഏതാണ്? ഓക്സാലോഅസറ്റിക് ആസിഡ്. ആ ഓക്സാലോഅസറ്റിക് ആസിഡ് അസ്പാർട്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഓക്സാലോഅസറ്റിക് ആസിഡും എങ്ങോട്ട് പുറത്തേക്ക് പോകില്ല എന്നറിയാം, മാട്രിക്സിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഓക്സാലോഅസറ്റിക് ആസിഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അസ്പാർട്ടേറ്റ്. ദാറ്റ് ഈസ് ബൈ ആഡിങ് ദ അമിനോ ഗ്രൂപ്പ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ഈ അസ്പാർട്ടേറ്റ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പെർമിയബിൾ ത്രൂ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആസ് വെൽ ആസ് ത്രൂ ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഇന്നർ മെംബ്രെയിനും ഇന്റർ മെംബ്രെയിൻ സ്പേസും ഔട്ടർ മെംബ്രെയിനും ഒക്കെ ക്രോസ് ചെയ്ത് ആര് പുറത്തേക്ക് വരും? അസ്പാർട്ടേറ്റിന് പുറത്തേക്ക് വരാം. ഈ അസ്പാർട്ടേറ്റ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇറ്റ് വിൽ അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു മാലേറ്റ്. അസ്പാർട്ടേറ്റ് റിഡക്ഷൻ നടന്നിട്ട് മാലേറ്റ് ആയിട്ട് മാറും. അപ്പൊ ഒരു മോളിക്യൂള് റെഡ്യൂസ് ചെയ്ത് വേറൊരു മോളിക്യൂൾ ആയിട്ട് മാറണമെങ്കിൽ വേറൊരു മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്യണം അല്ലെ. സോ ഹിയർ the NADH it is present in the cytoplasm അല്ലെ. ആ NADH ഓക്സിഡൈസ് ചെയ്ത് NAD+ ആവും. അപ്പൊ aspartate when it is undergoing reduction reaction in the cytoplasm it will take the reducing power of NADH and it will be given that reducing power to malate. ഇപ്പൊ NADH എന്ന് പറയുന്ന ആ പവർ ഉണ്ടല്ലോ, ഹൈ എനർജി ഉണ്ടല്ലോ, ആ എനർജി ആർക്ക് കിട്ടി? മാലേറ്റിന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ ഓക്സാലോഅസറ്റിക് ആസിഡ് അസ്പാർട്ടേറ്റിനെ സെൻഡ് ചെയ്യുക, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ അല്ലെ. അപ്പം അസ്പാർട്ടേറ്റ് എങ്ങോട്ട് വരുന്നുണ്ട്? സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിലേക്ക് വന്ന് NADHനെ വിളിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എനർജി അസ്പാർട്ടേറ്റിലേക്ക് എടുത്തപ്പോഴത്തേക്കും അസ്പാർട്ടേറ്റ് എന്തായിട്ട് മാറിപ്പോയി? മാലേറ്റ് ആയിട്ട് മാറിപ്പോയി. ബിക്കോസ് അസ്പാർട്ടേറ്റ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. ഇനി ഈ മാലേറ്റിന് ഡയറക്റ്റ് എങ്ങോട്ട് ക്രോസ് ചെയ്യാം? ത്രൂ ദ outer membrane, inner membrane space and inner membrane it can cross. So ഈ മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിനെ ക്രോസ് ചെയ്ത മാട്രിക്സിലേക്ക് മാലേറ്റ് എത്തും. നമുക്കറിയാം മാലേറ്റ് ഓക്സാലോഅസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ലാസ്റ്റ് റിയാക്ഷൻ ഓഫ് ക്രെബ് സൈക്കിൾ അല്ലെ. ഓക്സാലോഅസറ്റിക് ആസിഡിന്റെ റീജനറേഷൻ ദ പ്രസൻസ് ഓഫ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ് പഠിച്ചിട്ടില്ലേ? മാലേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ മാലേറ്റ് ഓക്സാലോഅസറ്റിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഈ മാലേറ്റ് ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. മാലേറ്റ് ഓക്സിഡൈസ് ചെയ്യുക, അതായത് ആ എനർജീനെ കൂട്ടിക്കൊണ്ട് വന്നു മാലേറ്റ്. ഇനി ആ എനർജീനെ ആർക്ക് കൊടുക്കും? ആ മാട്രിക്സിലേക്ക് കൊടുക്കും. എന്നിട്ട് അത് ഓക്സാലോഅസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഹിയർ മാട്രിക്സിൽ NAD+ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എന്താ? നമ്മൾ അവിടെ NADHനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ATP ആയിട്ട് മാറ്റിയപ്പോൾ NADH അല്ല NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എവിടെ ഇരിക്കുന്നുണ്ട്? മാട്രിക്സിലുണ്ട്. അപ്പോൾ മാട്രിക്സിൽ NAD+ന് ഒരു പഞ്ഞവും ഇല്ല. സോ NAD+ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ആ NAD+ റെഡ്യൂസ് ചെയ്തിട്ട് NADH ആവും. റെഡ്യൂസ് ചെയ്യാനുള്ള പവർ ആര് കൊടുക്കും? മാലേറ്റ് കൊടുക്കും. കാരണം എന്താ? പവർ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നേക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഓക്സാലോഅസറ്റിക് ആസിഡ് ഒരാളെ പറഞ്ഞു വിടും. അയാൾ ഇവിടെ വന്നിട്ട് ആ പവറിനെ എടുത്ത് വേറൊരു മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ മോളിക്യൂൾ അങ്ങനെ തന്നെ ഇങ്ങോട്ട് പാസ് ചെയ്ത് ആ മോളിക്യൂൾ ഓക്സാലോഅസറ്റിക് ആസിഡിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ ആ പവറിനെ ആർക്ക് കൊടുക്കും? NAD+ കൊടുത്ത് NADH ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ കേസില് NADH which is present in the cytoplasm it will be taken inside the mitochondrial matrix in the form of NADH itself. അത് NADH തന്നെയായിട്ടാണ് എന്തെടുക്കുന്നത്? മാട്രിക്സിലേക്ക് എടുക്കുന്നത്. ഇനി അടുത്ത ഷട്ടിൽ മെക്കാനിസം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ദാറ്റ് ഈസ് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടിൽ.
ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടിലിൽ ആരും ഇവിടുന്ന് ഇയാളെ കൊണ്ടുപോകാൻ വരുന്നില്ല, NADH കൊണ്ടുപോകാൻ വരുന്നില്ല. അതിന് പകരം എന്താന്ന് വെച്ചാല് ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എവിടെ കാണുന്നതാണ്? സൈറ്റോപ്ലാസത്തിലെ ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഓർക്കുന്നുണ്ടോ? ആ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഓക്കെ നീ എടുത്തോണ്ട് പോയിക്കോ, അവിടെ കൊണ്ടുവിട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടുന്ന പോലെ. അതായത് സൈറ്റോപ്ലാസത്തിൽ NADH ഇരുന്നിട്ട് കാര്യമില്ല, അത് മാട്രിക്സിലേക്ക് എത്തണം. അപ്പൊ ആരും വിളിക്കാനൊന്നും വരുന്നില്ല, എന്നാ പിന്നെ നീ ആയിട്ട് കൊണ്ടുവിടുക എന്ന് പറഞ്ഞിട്ട് ഗ്ലിസറോൾ ഫോസ്ഫേറ്റിനെ ഏൽപ്പിച്ചു വിടുകയാണ്. അപ്പൊ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അതിന്റെ NADH പവർ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ NADH ഓക്സിഡൈസ് ചെയ്ത് NAD+ ആക്കി ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഈ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഇറ്റ് ക്യാൻ ക്രോസ് ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. ഔട്ടർ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് ഇന്നർ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നറിയോ? ഇന്റർ മെംബ്രെയിൻ സ്പേസിന്റെ പുറത്തായിട്ട് ഒരു എൻസൈം ഇരിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. ഈ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഗ്ലിസറോൾ ഫോസ്ഫേറ്റിനെ തിരിച്ച് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഇരിക്കുന്ന അവിടെ തന്നെ ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് കാണാം FAD, the inner portion of the inner part of the inner membrane, where FAD+ it will receive that energy. അതായത് glycerol phosphate when it is coming here and when it is giving its charge to FAD, it will give to FAD and FAD will be converted to FADH2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് NADH ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് കൊണ്ടുവിടുമ്പോൾ അവർക്ക് മാട്രിക്സ് വരെ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ മാട്രിക്സിന് ആ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ പോർഷനിൽ ഇരിക്കുന്ന എൻസൈം ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമും അതുപോലെ അവിടെ FAD+ അവൈലബിൾ ആയതുകൊണ്ട് ആ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെഡ്യൂസിങ് എനർജി, ആ എനർജി വെച്ചിട്ട് FAD+നെ FADH2 ആക്കി മാറ്റും. അപ്പൊ NADH ഏത് ഫോമിലേക്കാണ് ഇങ്ങോട്ട് എടുക്കുന്നത്? FADH2 ഫോമിലേക്കാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ കേസിൽ NADH ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിലോ NADH FADH2 ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. രണ്ട് NADH ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? രണ്ട് NADH കൂടിയിട്ട് എത്ര ATP മോളിക്യൂൾ ഉണ്ടാവാം? 6 ATP മോളിക്യൂൾ ഉണ്ടാവാം. അപ്പോൾ ഈ 6 ATP മോളിക്യൂൾ ഉണ്ടാവേണ്ടടുത്ത് FADH2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എത്ര ATP മോളിക്യൂൾ ഉണ്ടാവുള്ളൂ? 4 ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഒരു NADH-ന് 3 ATP ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു FADH2-ന് എത്ര ATP ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 2 ATP ഉണ്ടാക്കാൻ പറ്റുള്ളൂ. So 2 × 2 it will be 4, 2 × 3 it will be 6. So you see in this second way, if the NADH is taken inside the matrix of mitochondria, it will produce only 36 ATP molecule, and in the first way, if it is taking NADH inside the matrix of mitochondria, it will produce 38 ATP molecule. അപ്പോൾ 36ഉം 38ഉം അവിടെ തെറ്റൊന്നും ആയതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. 36 molecules of ATP can be produced if the NADH from the cytoplasm entering inside the mitochondrial matrix through glycerol phosphate shuttle. Glycerol phosphate shuttle വഴിയാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 36 ATP molecules ഉണ്ടാവുള്ളൂ. അതേപോലെ if it is entering inside the matrix through the malate aspartate shuttle, then it will produce 38 ATP molecule. അതാണ് കുറച്ചും കൂടെ efficient ആയിട്ടുള്ള NADH-ന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇൻസൈഡ് ദ മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇത് നിർബന്ധമില്ല, നമ്മുടെ CBSE സിലബസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഞാനത് പറയാനുള്ള കാരണം 36ഉം 38ഉം ഇനി കൺഫ്യൂസ് ചെയ്യേണ്ട. എന്തുകൊണ്ടായിരുന്നു 36 തെറ്റാന്ന് പറഞ്ഞിട്ട് അത് തിരുത്തി കൊടുക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അത് ഒന്ന് എന്താണ്, ഈ രണ്ട് വേയിലും ATP സിന്തസിസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷന്റെ സമയത്ത് NADH FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് 36 ATP മോളിക്യൂൾ ഉണ്ടാകുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല പഠിക്കാൻ. പിന്നെ NEET എക്സാമിന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത്. ഓക്കെ, so we will see the next amphiboly pathway in the next session.